Hi friends, so meeting the NEET toppers, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ ഹർഷ ഗംഗാധരനെയാണ്. ഹർഷ നമ്മുടെ കാലിക്കറ്റ് ഹൈബ്രിഡ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഹർഷയുടെ വീട് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം എന്ന സ്ഥലത്താണ്. ഹർഷയുടെ സ്കോർ 673 ആയിരുന്നു. ഇനി ഹർഷയുടെ വിശേഷങ്ങൾ എന്താണ്, ഹർഷ ഇനി ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ചോദിച്ചറിയാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പം പാലക്കാടുള്ള ശ്രീകൃഷ്ണപുരത്താണുള്ളത്. ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഹർഷയാണ്. അപ്പം ഹർഷ നിങ്ങൾക്കറിയാം, ഹർഷയുടെ നീറ്റ് സ്കോർ 673 ആണ്. അപ്പോൾ നമ്മൾ ഹർഷയെ കണ്ട് ഹർഷയുടെ വിശേഷങ്ങൾ ചോദിക്കാൻ വന്നിരിക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഹർഷ തന്നെ പറയും. ഹർഷ. ഞാൻ ഹർഷ, എൻ്റെ വീട് ഇവിടെ പാലക്കാട് ശ്രീകൃഷ്ണപുരത്താണ്. ഞാൻ കാലിക്കറ്റ് ഹൈബ്രിഡ് ബാച്ചിലാണ് പഠിച്ചത്. എൻ്റെ നീറ്റ് സ്കോർ 673 ആണ്. സോ ഹർഷ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. അപ്പം നല്ല വിചാരിച്ചൊരു വിജയം തന്നെയാണ് കിട്ടിയതെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ആക്ച്വലി നല്ല സന്തോഷം. ഞാൻ ആദ്യം ഇവിടെ വന്ന് ചേരുമ്പോൾ എന്തായാലും ഇത്രയൊന്നും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ബേസിക്കലി പറയുകയാണെങ്കിൽ ഫിസിക്സ് അങ്ങനെ അറിയണ്ടായിരുന്നില്ല. അതിന് ന്യൂമറിക്കൽസ് നമ്മൾ സ്കൂളിൽ അങ്ങനെ ന്യൂമറിക്കൽസ് ഒന്നും ഒട്ടും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇങ്ങനെ ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഓരോ എക്സാം ഒക്കെ കഴിയുമ്പോൾ എനിക്കിങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോർ ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് കിട്ടി എനിക്ക്. നല്ലൊരു സ്കോർ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം ഹർഷ ചൂസ് ചെയ്ത് സൈലം ഹൈബ്രിഡ് ബാച്ച് ആണ്, കാലിക്കറ്റ് ഹൈബ്രിഡ് ബാച്ച് ആണ്. അപ്പം എങ്ങനെയായിരുന്നു സൈലത്തിലേക്ക് എത്തിയത്, ഒരു ജേർണി എങ്ങനെയായിരുന്നു? അത് ഞാൻ ഇപ്പോൾ +1 ലാസ്റ്റ് എക്സാമിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ആദ്യമായിട്ട് ലൈവ് കാണുമായിരുന്നു. ലൈവ് അപ്പോൾ തന്നെ എനിക്ക് ആ ലൈവ് എല്ലാവരും അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, കൊറോണയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ലൈവ് ഞാൻ ഏകദേശം എല്ലാം കാണാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് പഠിച്ചു പോകുമ്പോൾ എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു. പിന്നെ +2-ലാണെങ്കിലും ഞാൻ എക്സാമിൻ്റെ മുമ്പേക്ക് എല്ലാ ലൈവും ഒക്കെ കാണുമായിരുന്നു. അപ്പം അത് കഴിയുമ്പോൾ തന്നെ വെച്ചാൽ എനിക്ക് എന്തായാലും നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ച എന്തായാലും എല്ലാ ഒരു സ്കൂളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് വേഗം ഒരു ക്വിക്ക് റിവിഷനൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഡയറക്ട്ലി. അപ്പം എങ്ങനെ നീറ്റ്, അതായത് ഇപ്പം നീറ്റ് ആണ് അല്ലെങ്കിൽ MBBS ആണോ, ആ ഒരു ഓപ്ഷൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ചൂസ് ചെയ്തത്, നീറ്റ് വേണം എന്നുള്ളത്? ഞാൻ ചെറുപ്പം മുതലേ ഡോക്ടർ എന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു. ഇൻസ്പയർഡ് ആയി ചൂസ് ചെയ്തതാണ്. ഓക്കെ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ റിപ്പീറ്റിംഗ് ഒരു വർഷം? അപ്പം ഹോസ്റ്റലിലേക്ക് മാറി നിൽക്കുകയാണ്, സ്റ്റുഡൻസിന്റെ എക്സ്പോഷർ കൂടെയാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഫാക്കൽറ്റീസിനെ കണ്ടുപിടിക്കുന്നു. പുതിയൊരു സിസ്റ്റമാണ്, ഹൈബ്രിഡ് അല്ലേ, നമ്മളിപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റമാണ്. അപ്പൊ ഹൈബ്രിഡ് സിസ്റ്റത്തിനോട് അഡ്ജസ്റ്റ് ആയത് എപ്പോഴാണ്? ആക്ച്വലി എനിക്കിങ്ങനെ ഇങ്ങോട്ട് വരാൻ തന്നെ തോന്നിയത് ഈ ഒരു ഹൈബ്രിഡ് കോൺസെപ്റ്റും അതേപോലെ അങ്ങനെ ഇവിടുത്തെ ക്ലാസ് ഒക്കെ ഭയങ്കര ഇൻട്രാക്റ്റീവ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാ ക്ലാസ്സും. അപ്പോൾ അങ്ങനെ ഇൻട്രാക്റ്റീവായിട്ട് ആദ്യമായിട്ട് എനിക്കാണ് ക്ലാസ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ദിവസം ഇരുന്ന് പഠിക്കുക ഒന്നുകൂടി ഒരു ദിവസം നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഒന്നുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് ആദ്യം ഹോസ്റ്റലിലേക്ക് മാറുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ വന്ന സമയത്ത് ഒരു കുട്ടിയില്ല അവിടെ അന്ന് ക്ലാസ് തുടങ്ങിയ സ്ഥലം. അപ്പം ഞാൻ ആകെ പേടിച്ചു. പക്ഷെ പിന്നെ അങ്ങനെ എല്ലാവരും ഇതൊക്കെ ആയപ്പോൾ ക്ലാസ്സൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം ആക്ച്വലി +2 എടുത്തുകൊണ്ടെന്ന് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമായിരുന്നു, +2 ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ അതങ്ങനെ പിന്നെ എക്സാമൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് എക്സാമുകൾ എഴുതുമ്പോഴും ഒക്കെ നമുക്ക് എങ്ങനെ പഠിക്കണ്ടേ, എങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യണ്ടേ, എല്ലാ കാര്യങ്ങളും ഒരു ഐഡിയ കിട്ടി. നമ്മളിപ്പം ഹൈബ്രിഡ് ആണല്ലോ, അപ്പം പഠിക്കണം, നമുക്ക് പഠിക്കാൻ ഒരു പോർഷൻ തരും, അതനുസരിച്ച് വീഡിയോ കാണാം. അപ്പൊ ആ വീഡിയോ കുറെ കുട്ടികൾ കണ്ടത് വീഡിയോ കാണുന്നത് എങ്ങനെയാണ്, ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അതായത് ഞാൻ ഇപ്പോൾ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിൽ അപ്പം നമ്മൾ പിന്നെ ഇത്തിരി റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെ വീഡിയോ കാണുമായിരുന്നു. അതിപ്പോൾ ഒന്നെങ്കിൽ ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ ആണ് ആ ഒരു ദിവസം. അത് വേഗം തീർക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ഫിസിക്സോ കെമിസ്ട്രിയോ ഏതെങ്കിലും വീഡിയോ കാണുമായിരുന്നു. എന്നിട്ട് ഞാൻ പറ്റുമെങ്കിൽ അപ്പം സമയം ഉണ്ടെങ്കിൽ കുറേ ലെങ്തി അല്ലെങ്കിൽ അപ്പം തന്നെ ഞാൻ ആദ്യം നമ്മൾ ഓൾറെഡി ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമായിരുന്നു. അതെന്തായാലും ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ സൈലത്തിൻ്റെ മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ടൈം കിട്ടാത്തപ്പോൾ പിന്നെ വേറെ ഇതിലേക്ക് പോവുക ചെയ്തത്. എന്നിട്ട് പിന്നെ അപ്പം ആ ഒരു ദിവസം അത് നോക്കാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ, ഒരു സബ്ജക്റ്റൊക്കെ നോക്കാം. പിന്നെ പിറ്റേ ദിവസം ഇങ്ങനെ കെമിസ്ട്രി എടുത്തിട്ട് ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യും, ടെക്സ്റ്റ് വായിക്കുമായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ വായിക്കുമായിരുന്നു. ഞാനെന്ന് വെച്ചാൽ
ഞാൻ സ്വയം ഇങ്ങനെ പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ദിവസം കിട്ടുന്ന ഭയങ്കര നല്ലതായി തോന്നി. ഞാൻ നോക്കി പഠിച്ച്. അപ്പം എനിക്ക് മെയിൻലി ചോദിക്കാനുള്ളത്, അതായത് നമ്മളിപ്പോൾ എന്തായാലും പഠിച്ച് സ്റ്റാർട്ടിങ് നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും, എൻഡിങ് ആകുമ്പോഴും ആ ഒരു സീരിയസ്നെസ് വരും. ഈ ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു സമയം ഉണ്ടല്ലോ, ഈ റിപ്പീറ്റിംഗ് ജേണിയുടെ ഇടയിൽ വരുന്ന കുറെ കുട്ടികൾ ഉഴപ്പാനും അല്ലെങ്കിൽ പല പല ഡയറക്ഷനിൽ പോകാനുള്ള ഒരു സമയമാണ് ഇൻ ബിറ്റ്വീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റാർട്ടിങ്ങിൽ ആവേശം എങ്ങനെയാണ് കൺസിസ്റ്റന്റ് ചെയ്ത് കീപ്പ് ചെയ്യുന്നത്? അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടയിലൊക്കെ ഒരു ഇത് തോന്നിയിട്ടുണ്ട്. ആക്ച്വലി തോന്നിയിട്ടുണ്ടോ? മടിയായിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനെ പഠിക്കാൻ. ലാസ്റ്റ് ഒക്കെ ഇപ്പൊ നമുക്ക് തുടങ്ങുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് ഇത്തിരി ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് ആക്ച്വലി സമയം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളിങ്ങനെ കൂളായിട്ട് അങ്ങനെ കുറെ സമയം ഇപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കുറെ സമയം കിട്ടിയായിരുന്നു. പക്ഷെ പിന്നെ വരുമ്പോൾ പിന്നെ ഗ്രാൻഡ് ടെസ്റ്റ് ഒക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ഏറ്റവും മിസ്റ്റേക്ക് പറ്റിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറേ സമയം കിട്ടിയ സമയത്തൊന്നും റിവൈസ് ചെയ്തില്ല. അതൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നി. കാരണം പിന്നെ ഈ എക്സാം വരുമ്പോൾ പിന്നെ നമ്മളൊരു ഈ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഡെയിലി ഇത്തിരി പെൻഡിങ് ആവാൻ തുടങ്ങി. ഇത്തിരി പോർഷൻസ് ഒക്കെ നമ്മൾ വേഗം ഒന്ന് ഓടിച്ച് എനിക്ക് ആദ്യം പഠിച്ച ആ ഒരു രീതിയിൽ അങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റാതെ ആ ഒരു ഇങ്ങനെ പെൻഡിങ് ആക്കി വെച്ചു. അത് ഞാനിങ്ങനെ ആദ്യത്തെ എക്സാമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പോർഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ തട്ടിക്കുട്ടിക്കായി. പിന്നെ ഞാൻ അതിന് മുമ്പ് ടൈം ടേബിളൊക്കെ വെച്ചിട്ടായിരുന്നു എക്സാം ഇതാക്കുന്നതിന് മുമ്പ് തന്നെ ടൈം ടേബിള് പറ്റുന്ന രീതിയിൽ ഫോളോ ചെയ്യാൻ. ഇത്രയും മോക്സ് എഴുതുമ്പോൾ ഏറ്റവും ലോവർ സ്കോറും ഹയർ സ്കോറും അങ്ങനെ ഓർമ്മയുണ്ടോ? എനിക്ക് മോക്കിൽ വന്നിട്ട് 689 എത്രയാണ്, ലോവസ്റ്റ് 632. ആ ഒരു റേഞ്ചിൽ കീപ്പ് ചെയ്ത് ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഈ നമ്മുടെ സബ്ജക്ട് ഇപ്പൊ ബേസിക്സിന്റെ കാര്യം പറയാം. ഇപ്പൊ ഫിസിക്സ് ആണെങ്കിൽ അത്യാവശ്യം ബേസിക്സ് ഉണ്ടെങ്കിൽ കുറച്ച് മാത്സ് ബേസിക്സ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്പീഡിൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ബേസിക് സ്റ്റഡി എങ്ങനെയാണ് സൈലത്തിലൂടെ ഇതായതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നമ്മുടെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ബേസിക്സിൻ്റെ ക്ലാസ്സിലല്ല അത് കാണുമായിരുന്നു. അതെല്ലാം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് വീഡിയോ ഇപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സിൽ ഏകദേശം എല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ നന്നായിട്ട് ഇപ്പോൾ സാറിൻ്റെ ക്ലാസ് എല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അപ്പോൾ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് അത് അത്ര വലിയ ഇഷ്യൂ ആയിട്ടാണ് തോന്നിയില്ല. നമ്മൾ ഒരു റിപ്പീറ്റിംഗ് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ നമുക്കിപ്പം നീ പറഞ്ഞ പോലെ നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുന്നു, പഠിച്ചു പോകുന്നതിന് സമയം തന്നെ നമ്മൾ ഡൗൺ ആവുന്ന സമയങ്ങളും അല്ലെങ്കിൽ അങ്ങനെ സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ലൈഫിൽ എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കിത് കീപ്പ് ചെയ്യാൻ പറ്റുമോ, കാരണം എത്ര കോമ്പറ്റീറ്റീവ് ആണെന്നൊക്കെ ഒരു ചിന്തകളൊക്കെ. അപ്പോൾ അതിനെ എങ്ങനെയായിരിക്കും, കാരണം ഉറപ്പായിട്ട് ഇനി വരുന്ന സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആകുന്ന ആ ഒരു ഇതായിരിക്കും. കാരണം എങ്ങനെ ഇതിനെ നമ്മൾ ഇടയ്ക്കൊന്ന് ഡൗൺ ആയാലോ ഇടയ്ക്ക് ഇങ്ങനെ പോയാലോ എങ്ങനെ ഇതിനെ അപ്പ് ചെയ്യാൻ എന്താ പ്ലാൻ ചെയ്യേണ്ടത്? സെൽഫ് മോട്ടിവേറ്റഡ് ആകുകയാണോ, മെന്റേഴ്സിൻ്റെ ഇതാണോ, എങ്ങനെയാണത്? എനിക്ക് എൻ്റെ ഒരു നേച്ചർ ഞാൻ വേഗം ടെൻഷനാവും എനിക്ക്. അപ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചില ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ എക്സാമിൻ്റെ ഒക്കെ ആദ്യം ഒരു ഗ്രാൻഡ് ടെസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ മുമ്പേക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടാകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ മെൻറ്റേഴ്സിനോട് സംസാരിക്കുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ ക്യാമ്പസിലാണെങ്കിൽ ഞാൻ GP സാറിനോടൊക്കെ സംസാരിക്കുമായിരുന്നു. സാറ് എൻ്റെ കൂടെ സംസാരിച്ച് നന്നായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പം ഒബ്വിയസ്ലി മാർക്ക് കുറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടം ഉണ്ടാവും. അതിനേക്കാളും ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നല്ല മാർക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സെൽഫ് ഡൗട്ട് വരുന്നത് എന്തായാലും ഉണ്ടാവും. അപ്പം നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മളെന്ന് പഠിച്ചാലേ പറ്റുള്ളൂ. വേറെ ആളെന്താ ചെയ്യുന്നത് നമ്മളെന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം. ഇപ്പൊ വേറെ ആൾക്ക് ചെയ്യുന്നതിനൊരു മാക്സിമം ഉണ്ടല്ലോ, നമ്മളെന്നെയാണ് നമ്മള്. അപ്പോൾ പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിക്കണം. അപ്പോൾ വേറെ ആളുടെ ഒക്കെ എത്ര അച്ചീവ് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് നമ്മൾ സ്വയം കമ്പയർ ചെയ്യാൻ നിന്നിട്ട് കാര്യമില്ല. അത് ടൈം വെറുതെ വേസ്റ്റ് എനിക്ക് റിപ്പീറ്റിംഗ് ജേർണി തന്നെ കുറെ സെൽഫ് റിയലൈസേഷൻസിന്റെയും കൂടെ ഒരു ഇത് തന്നെയാണ്. കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ശരി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഇപ്പോൾ സങ്കടം ഒബ്വിയസ്ലി ഉണ്ടാവും. പക്ഷെ നിങ്ങളത് മാക്സിമം നിങ്ങൾക്ക് സ്വയം താഴാൻ പറ്റില്ലെങ്കിൽ ഒബ്വിയസ്ലി ആരോടെങ്കിലും സംസാരിക്കുക. മെൻറ്റേഴ്സ് ഉണ്ട്, ആരെ വേണമെങ്കിലും നമുക്ക് കിട്ടും. സാറുമാരോട് സംസാരിക്കാം, ആരെ വേണമെങ്കിലും കിട്ടും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം അത് വർക്കപ്പ് ചെയ്തിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് സ്കോർ കുറയുന്നത്,
അപ്പോൾ ഒരു എക്സാം കഴിയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ജസ്റ്റ് മാർക്ക് കാണുമ്പോൾ അപ്പം തന്നെ ഒക്കെ പോയി അങ്ങനെ. പക്ഷെ അതിനേക്കാളും നമുക്ക് എവിടെയാ പോയത് ഇപ്പൊ നമുക്ക് സംഭവം അത് അറിയാനിട്ടാവില്ല, ചിലപ്പോൾ ടെൻഷൻ കൊണ്ട് തെറ്റിച്ചായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാ തെറ്റിയേ അല്ലെങ്കിൽ എവിടെയാ തെറ്റി, ചിലപ്പോൾ അത് മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടിണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ ചിലപ്പോൾ ആ ഒരു പോർഷൻ മാത്രം നമ്മൾ പഠിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അറിയാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു എവിടെയാണോ നമുക്ക് തെറ്റി അവിടെ ജസ്റ്റ് ഫോക്കസ് ചെയ്യുക, നെക്സ്റ്റ് എക്സാം വരുമ്പോഴേക്കും അത് ക്ലിയർ ചെയ്യുക, അങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ നമ്മളപ്പോഴേക്കും പെട്ടെന്ന് ആ ഒരു പാഠത്തിലൊരു ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴേക്കും നമ്മുടെ മൈൻഡിൽ എനിക്ക് ഈ പാഠം ഒന്നും അറിയില്ല അങ്ങനെ ഒരു ഇതായിരിക്കും. കേൾക്കുന്നവര് മാക്സിമം അതെന്ത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം ഹർഷ, നമ്മുടെ ഇപ്പം ഒബ്വിയസ്ലി ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക, നമുക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസിന് കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പോസ്ഡ് ആയിരിക്കണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസിനോടുള്ള എക്സ്പോഷർ? എങ്ങനെയായിരുന്നു? കൂടുതലായിരുന്നു, ആവറേജ് ആയിരുന്നു, എത്രത്തോളം? ആദ്യമൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ നല്ല ഇഷ്ടമായിരുന്നു, ഞാൻ കുറെ ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് ഈ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യായിരുന്നു. പിന്നെ അതേപോലെ മെറ്റീരിയൽ വന്നിട്ട് ഞാൻ സൈലത്തിന്റെ ചെയ്യായിരുന്നു. സൈലത്തിന്റെ മെറ്റീരിയൽ തന്നെ ആക്ച്വലി ആ ഒരു ടോപ്പിക്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഓരോരോ ലെവലായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് ചെയ്യായിരുന്നു. പിന്നെ ടൈം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഫിംഗർ ടിപ്സ് അതൊക്കെ നോക്കുമായിരുന്നു. അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആക്ച്വലി കുറെയൊക്കെ റെക്കോർഡർ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് പിറ്റേത്തെ എക്സാമിലും ആക്ച്വലി നമ്മൾ ചെയ്യാത്ത കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിന് പുറമെ ഓഫ്ലൈൻ ക്ലാസ്സിൽ വീണ്ടും വേറെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാത്ത നിറയെ ക്വസ്റ്റ്യൻസ് ഒരു പാഠത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏകദേശം എല്ലാതൊന്നും ഇപ്പൊ നമ്മൾ റിവിഷന്റെ സമയത്താണെങ്കിലും കുറെ നമ്മൾ NCERT ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെയായിരുന്നു. അതിലും കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇല്ലാത്ത ടൈപ്പ്. അതെ, നീറ്റ് മോഡൽ. അപ്പം എന്തായാലും ഔട്ട് ഓഫ് 720 ഇത്രയും മാർക്ക് സ്കോർ ചെയ്ത ഒരാളാണ്. അപ്പൊ അതിൻ്റെതായ ഒരു സ്ട്രഗിള് ആ സമയത്ത് എന്തായാലും ഫേസ് ചെയ്ത ഒരാളായിരിക്കും. അപ്പം എന്താണ് നമ്മുടെ ഇനി വരുന്ന നിങ്ങളുടെ ജൂനിയേഴ്സിനോട് പറയാനുള്ളത്? എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അപ്ഡേഷൻ എന്തെങ്കിലും വരുത്തണം, അങ്ങനെ എന്തെങ്കിലും? എനിക്കിപ്പോൾ ഞാൻ ലാസ്റ്റ് എത്തിയപ്പോഴാണ് ഇപ്പോൾ റിവിഷന്റെ സമയത്തൊക്കെ ആ റിയലൈസേഷൻ വന്നത്. ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടി നമുക്ക് സ്ട്രെസ് കുറഞ്ഞിട്ട് ഒന്നുകൂടി നേരെ സ്മൂത്തായിട്ട് പഠിക്കാമെന്ന് തോന്നി. അപ്പം നമുക്ക് ആദ്യം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിറയെ സമയം ഉണ്ടാവും. തിരി ടോപ്പിക്കായിട്ട് പഠിക്കുമ്പോൾ കുറേ സമയം ഉണ്ടാവും. അപ്പോൾ വെറുതെ അത് കളയാതെ ആക്ച്വലി അത് റിവൈസ് ചെയ്യാൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പഠിച്ച് തലേദിവസ കാര്യങ്ങളും അതൊക്കെ റിവൈസ് ചെയ്യുക, ഓരോ ചാപ്റ്ററായിട്ടും. അതിപ്പോൾ നമ്മൾ അങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ പിന്നെ ഒരു പാഠം ഫുള്ള് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഭയങ്കര സിമ്പിളായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പം ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യത്തെ സമയത്ത് ഞാൻ എക്സാം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു എക്സാം തുടങ്ങി ആ ഒരു ഗ്രാൻഡ് ടെസ്റ്റ് ഒക്കെ തുടങ്ങുന്നതിന് ഒരു മുമ്പൊക്കെ അത് ഇതാക്കുന്നത്. പക്ഷെ ഇപ്പോഴുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പഠിക്കുന്ന അത്ര എഫേർട്ട് എടുത്ത് പഠിക്കണം. അപ്പോൾ പിന്നെ ആക്ച്വലി അതൊരു ടൈം അത്രയും പോവുക. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇത്തിരി ടൈം എടുക്കുള്ളൂ. അതേപോലെ അപ്പം ആ ഡെയിലി നമ്മൾ പഠിക്കുന്ന സംഭവങ്ങൾ നമുക്ക് നല്ല വൃത്തിക്ക് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന് ടൈം എടുത്തിട്ട് ആക്ച്വലി നമ്മൾ അത് കുറെ പെൻഡിങ് ആകും, എന്നിട്ട് അത് അടുത്ത എക്സാമിന് പഠിക്കാതായിരിക്കും. അങ്ങനെ ഇതിങ്ങനെ പെൻഡിങ് ആയിക്കൊണ്ടിരിക്കും. അപ്പം അതിനേക്കാൾ നല്ലത് നമുക്ക് ആദ്യത്തെ ഒരു സമയം നന്നായിട്ട് അത് ആദ്യം തന്നെ ചെയ്യാൻ തുടങ്ങുക. അല്ലാതെ ഞാൻ ഇനി എക്സാം വരുന്നതിന് മുമ്പ് നോക്കാം അല്ല, അങ്ങനെയൊക്കെ അതൊരിക്കലും നമ്മൾ പിന്നെ അത് കുറെ ലോഡാവും, ബോറിംഗ് ആവും, പിന്നെ നമുക്ക് പഠിക്കാനും തോന്നില്ല. ആ ഒരു ടെൻഷനും ആവും, കുറെ ലോഡാകുമ്പോൾ നമുക്ക് വൃത്തിക്ക് പഠിക്കാനും പറ്റില്ല. അപ്പൊ തുടങ്ങുന്ന സമയത്ത് തന്നെ റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു എക്സാമിന്റെ സമയത്ത് എത്തുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. അല്ലെങ്കിൽ അപ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ തന്നെ നമ്മുടെ തലയിൽ കുറെ മെമ്മറി. പിന്നെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് പ്യൂർലി മെമ്മറി ആണല്ലോ. അപ്പൊ നമ്മൾ മാക്സിമം റിവൈസ് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു ബയോളജി കുട്ടികൾ കൂടുതലും ഇപ്പൊ നമ്മൾ വിചാരിക്കും സിമ്പിൾ അല്ലേ, പിന്നെ നോക്കാം, അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാ വിഷയങ്ങളും നേരെ നോക്കുക, ടെക്സ്റ്റ് വൈസ് വെച്ചിട്ട് എല്ലാം നോക്കുക. അപ്പോൾ ബയോളജി ആണെങ്കിൽ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക, വേറെ ഒന്നും വായിക്കേണ്ട കാര്യമില്ലല്ലോ. അതേപോലെ ബയോളജിയും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ്. ടെക്സ്റ്റ് വായിക്കല് മാത്രമല്ല, കുട്ടികൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT കാണാതെ പഠിച്ചാൽ മതി ബയോളജിക്ക്, അങ്ങനെ ഒരു മെന്റാലിറ്റി. പക്ഷെ അങ്ങനെയല്ല, ഓരോന്ന് മനസ്സിലാക്കണം. കാരണം നമ്മൾ ചിലപ്പോൾ ഭയങ്കര മൈന്യൂട്ടാണെന്ന് വിചാരിക്കുന്ന ഡീറ്റെയിൽസ് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കണമായിരുന്നു, ഒന്നുകൂടി ഇതൊക്കെ ഫോക്കസ് ചെയ്യണം, അങ്ങനെയൊക്കെ മനസ്സിലാവും. NCERT ഡിപ്പെൻഡ് ചെയ്യായിരുന്നു, എങ്ങനെയായിരുന്നു
ഞാൻ കെമിസ്ട്രി NCERT. എനിക്ക് ഫിസിക്സ് ആണ് NCERT എത്താൻ. ആദ്യമൊക്കെ വായിക്കായിരുന്നു, പിന്നെ അങ്ങനെ വായിക്കാൻ പറ്റിയില്ല. ഉള്ളിലത്തെ ആദ്യത്തെ എക്സാം പിന്നെ ഈ ബാക്ക് എക്സസൈസ് എല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കെമിസ്ട്രിയും എല്ലാം അങ്ങനെ ടെക്സ്റ്റ് തന്നെയാണ് നോക്കുന്നത്. കെമിസ്ട്രി നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കണം. ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ ജസ്റ്റ് നമ്മളെ പഠിക്കുമ്പോൾ ഒന്ന് വായിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ് ചെയ്യുക. ഇൻഓർഗാനിക് എന്തായാലും ടെക്സ്റ്റ് മസ്റ്റായിട്ട് നമ്മൾ ഈ ബയോളജി റിവൈസ് ചെയ്യുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ടെക്സ്റ്റ് റിവൈസ് ചെയ്യണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഓർഗാനിക്കും ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. കാരണം ഇപ്പോൾ ഓർഗാനിക് ജസ്റ്റ് അങ്ങനെ പഠിക്കുന്നതിനേക്കാൾ ചില ഡീറ്റെയിൽസ് ഒക്കെ ടെക്സ്റ്റിൽ കുറേ ഉണ്ട്, കുറേ ഇതൊക്കെ. അപ്പം അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് എന്തായാലും പഠിക്കുക. റിവൈസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒബ്വിയസ്ലി നമുക്ക് മൈൻഡ് മാപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര യൂസ്ഫുൾ ആണ് മൈൻഡ് മാപ്പ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ നല്ലതാണ്. ശരിക്കും ഹർഷ, അതായത് ഇപ്പൊ നമ്മള് ഈ ഒരു സമയത്ത് ഈ സമയം നല്ലപോലെ യൂസ് ചെയ്യണം. നിങ്ങളുടെ പ്രീവിയസ്, അതായത് നിങ്ങൾ +2 എങ്ങനെ പഠിച്ചു അങ്ങനെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു സമയം നല്ലപോലെ യൂസ് ചെയ്യാന്നുള്ളത് തന്നെയല്ലേ ഹർഷ? അതെ. അതിപ്പോ നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ +1 +2 ഒക്കെ സാധാരണ ഇത് പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് ഇപ്പോൾ കെമിസ്ട്രിയും ബയോളജിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇതുണ്ടാവും. പക്ഷെ ഫിസിക്സ് ആയിരിക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട്. കാരണം ഫിസിക്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, പ്രത്യേകിച്ചും സ്റ്റേറ്റ്. കാരണം ജസ്റ്റ് ഡെറിവേഷൻ, ആ ഒരു ന്യൂമറിക്കൽസിനോട് ഒരു ഇതുമില്ല. ഒന്നും നമ്മളങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പം എനിക്കുണ്ടെന്നല്ല, എൻ്റെ അതൊരു അങ്ങനത്തെ ക്വസ്റ്റ്യൻസേ ഇല്ല. അപ്പം നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എങ്ങനെ ചെയ്യുക എന്നുള്ളൊരിത്. പക്ഷെ നീറ്റിന് കൂടുതലും അങ്ങനെയാണല്ലോ. അപ്പം ആ ഒരു ഇതായിരിക്കും. പക്ഷെ നമുക്ക് അറിയുമെങ്കിലും അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പക്ഷെ നമുക്കിവിടെ ക്ലാസ് ഒക്കെ നേരെ അങ്ങനെ ബേസിൽ തന്നെയാണല്ലോ എടുക്കുന്നത്. അപ്പം അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ റിസൺ ആണെങ്കിലും എല്ലാ ടൈപ്പും പ്രാക്ടീസ് ചെയ്യുന്നത്. ശരിക്കും ഒരു ബാലികേറാമല അല്ലാന്ന് തന്നെ ആ ഒരു ഇതിൽ പറയേണ്ടി വരും. കാരണം വെച്ചാൽ അതനുസരിച്ച് ടൈം മാനേജ് ചെയ്യുക, അതനുസരിച്ച് ഇൻപുട്ട് കൊടുക്കുക, അല്ലേ? അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അങ്ങനെ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പിന്നെ നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി അങ്ങനെയൊന്നുമല്ല. അത് നന്നായിട്ട് പഠിക്കുക. കാരണം നമ്മൾ മുമ്പുള്ള നമ്മൾ ഇപ്പം എടുക്കുന്ന എഫേർട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു റിപ്പീറ്റിന്റെ കാലഘട്ടത്തിൽ നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ മെയിനായിട്ട് വേണ്ടത് നമ്മൾ ടെൻഷൻ അടിക്കാതെ നമുക്ക് ഓൾറെഡി ഉള്ള കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ എഫേർട്ട് എടുത്ത് നമ്മുടെ ഹർഷ. അപ്പൊ ഇനി നമ്മള് ഹർഷ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹർഷയ്ക്ക് താല്പര്യമുള്ള ഇനിയിപ്പോ അങ്ങോട്ട് MBBS എന്നൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യണല്ലോ. അപ്പൊ MBBS എന്തായാലും ഒരു നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് കോളേജ് ആയിരിക്കും ചൂസ് ചെയ്യുക? അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? ഞാനിങ്ങനെ എയിംസ് നോക്കുന്നുണ്ട്, എയിംസ് ഭോപ്പാൽ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ജിപ്മർ അങ്ങനെ നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ നോക്കുന്നുണ്ട്. അത്യാവശ്യം എക്സ്പോഷറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് നല്ല ഡോക്ടർ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്.